അതെ, ഇനിയിപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പോകുമ്പോഴേ ഇനി അന്തന്മാരാന്നങ്ങനെ പറയോ? പറയോ? ഇല്ല, ഇല്ലല്ലേ? ഇല്ലായിരിക്കും. ട്രോള് വരികയില്ല. നോക്കാം. അല്ല വിജയ, നമ്മൾ വരുന്ന പറഞ്ഞിട്ടൊന്നുമില്ലല്ലേ? പറഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും ജോസേട്ടനെ കാണുക തന്നെ. ജോസേട്ടനെ കാണുക. പുതിയ സ്ഥാനാർത്ഥികളൊക്കെ അല്ലേ, നമുക്ക് കാണുക തന്നെ. അതുമല്ല, ജോസേട്ടൻ നമ്മുടെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച ആളാണ്. അപ്പോൾ ജോസേട്ടൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതുവരെ വന്നാൽ കണ്ടിട്ടൊന്നുമില്ല തോന്നുന്നല്ലേ ജോസേട്ടാ? ദാസനും വിജയനോട് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ? നമസ്കാരം. പുതിയ സ്ഥാനാർത്ഥികളൊക്കെ ആയി അറിഞ്ഞ് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. പുതുമുഖമാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. യൂത്തിനാണ് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്നത്. നമ്മളെ പാർട്ടി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. യുവാക്കളെ രംഗത്ത് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു തീ പാറുന്ന പോരാട്ടമായിരിക്കും എന്നാണ്. പോരാട്ടം മോശമില്ലാത്ത രീതിയിൽ നല്ല ശക്തമായ പോരാട്ടം. അപ്പോൾ 5 വർഷം ഗംഭീരമായി പെർഫോം ഒക്കെ ചെയ്തു എന്നാണ് വിശ്വാസം. നാട്ടുകാരെ തന്നെയാണ് പറയുന്നത്. പറയേണ്ടതാണ്. അപ്പോൾ വിജയ, നമ്മളെ സ്ഥാനാർത്ഥി നമ്മുടെ സ്വന്തം ജോസേട്ടൻ്റെ മകള് തന്നെയാണ്. ഓക്കെ ദാസ, അപ്പം നമുക്ക് അവരുടെ പ്രചരണവും ഇനിയിപ്പോൾ നമ്മുടെ വാർഡിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത്, യുവാക്കൾക്കൊരു പ്രചോദനമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് നമുക്കൊന്ന് കണ്ട് പരിചയപ്പെട്ട് വരാം. ഓക്കെ. ഉണ്ടാവാം. അപ്പോൾ വിദ്യ, വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ആരാന്നറിയാലോ? ആരാണ് ദാസ? അതായത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽപ്പെട്ട ഈന്തുംകരിയിൽ ജനവിധി തേടുന്നത് ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഡോക്ടർ ആയതുകൊണ്ട് ഈ മണ്ടൻ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നല്ല ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഓക്കെ? ചോദ്യം ചോദിക്കാം, എന്നെ പഠിപ്പിക്കല്ലേ. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ, അത് ഓർമ്മ വന്നാൽ മതി. ഓക്കെ? അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി എത്തി. വെള്ളാനകളുടെ നാട് പരമ്പരയിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ദാസനും വിജയൻ എത്തിയിരിക്കുകയാണ്. അപ്പം നല്ലൊരു തെരഞ്ഞെടുപ്പാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നമ്മളൊന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ വെള്ളാനകളുടെ നാട്ടിൽ? ഈ ദാസനും വിജയനും ആധികാരികമായിട്ട് നമുക്ക് പരിചയമില്ല, ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് പേര്? എൻ്റെ പേര് അനുപമ എന്നാണ്, അനുപമ ജോസ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ BHMS ഹോമിയോപ്പതി കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊതു ആരോഗ്യത്തിന്, പബ്ലിക് ഹെൽത്തിന് PG എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് വന്നു. അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ഇൻഷുറൻസ് TPA കമ്പനിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. വിജയ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്നാൽ ചോദിക്കാം. ഈ പുതിയ ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ്. അതെ. പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ലഭിച്ചു, പാർട്ടിയുടെ ലഭിച്ചു. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ നോക്കി? ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ഒരു ഇതൊന്നും ഞങ്ങളോട് പങ്കുവയ്ക്കാമോ?
തീർച്ചയായിട്ടും. അതായത് പാർട്ടിയിൽ നിന്ന് എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം പാർട്ടി ആഗ്രഹിക്കുന്നത് പുതുതലമുറ രംഗത്തോട്ട് വരാനാണ്, നേതാക്കന്മാരാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാർട്ടിയിൽ തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് 45 വയസ്സ് വരെ അവർക്ക് യോഗ്യതയുള്ളൂ. അപ്പോൾ യുവാക്കളെയാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പിതാവായിരുന്നു ഇതിന്റെ മുമ്പത്തെ ഇപ്പോൾ കറന്റ് മെമ്പർ, ഇപ്പോൾ ഉള്ള മെമ്പർ. അപ്പോൾ 5 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന സേവനങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ അത് മാതൃകയാക്കിക്കൊണ്ട് അത് നിലനിർത്താനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. പെട്ടെന്ന് സ്ഥാനാർത്ഥി ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണ്? ഇതൊരു വനിതാ വാർഡ് ആയപ്പോൾ തീർച്ചയായിട്ടും പപ്പയുടെ സേവനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പപ്പ ഇനി ഇവിടെ വേണം എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇത് വനിതാ വാർഡായപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു ഓപ്ഷൻ വന്നു. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാരണം എല്ലാവർക്കും ഉള്ള പോലെ ഒരു രാഷ്ട്രീയ ബോധം ആണ് എന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകവും. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്കൂളുകളിലൊക്കെ മത്സരിച്ചിരുന്നോ? സ്കൂളുകളിൽ തീർച്ചയായിട്ടും ലീഡർ ഒക്കെ ആവാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ചെറിയ രീതിയിൽ പ്രസംഗമൊക്കെ പറയുമായിരുന്നു. വായനയുണ്ട്. അപ്പോൾ നല്ല രാഷ്ട്രീയത്തിലും എനിക്ക് സൗഹൃദങ്ങളുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്നവരും പല പാർട്ടികളിലായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ യുവമോർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിലോട്ട് വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ജോലി ചെയ്യുമല്ലേ? ജോലി, രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അത് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ രാഷ്ട്രീയം ഒരിക്കലും ഒരു ജോലിയല്ല. ഞാൻ രാഷ്ട്രീയത്തെ ഒരു ജോലിയായിട്ടല്ല കാണുന്നത്. കാരണം രാഷ്ട്രീയം ജോലിയായി എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അവിടെ അഴിമതികളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ജോലി എനിക്കുണ്ടെങ്കിൽ മാത്രമേ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം മെഡിക്കൽ ഓഫീസറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണ് എനിക്കുള്ളത്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലോട്ട് ഇറങ്ങി ചെല്ലാനും ആളുകളുടെ അടുത്ത് ചെല്ലാനും സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനവും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ വിജയ, അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു പറഞ്ഞ കാര്യം, ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അഴിമതി ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തനമാണ് നമ്മുടെ നാടിന് വേണ്ടത്. അതാണ് ഡോക്ടർ അനുപമ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അത് ഏറ്റവും നല്ല കാര്യം തന്നെ. ആ ഒരു വാക്കിന് എല്ലാവിധ ആശംസകളും നമ്മുടെ ദാസൻ വിജയന് നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈന്തങ്കരി 7ാം വാർഡാണ്. ഈന്തങ്കരി മലയോര മേഖലയാണ്. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഒരുപാടുള്ളത്. വന്യമൃഗശല്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വാർഡിന് വേണ്ടി അനുപമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന തന്നെ ഒരു വന അതിർത്തിയിലാണ്. അപ്പോൾ നമ്മുടെ വാർഡ് 7ാം വാർഡ് 7ാം കടവാണ് ഈ പ്രദേശം. ഇത് വന അതിർത്തിയാണ്. അപ്പോൾ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പോൾ അത് കേന്ദ്രത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം. കൂടാതെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പൊതുവേ നമ്മുടെ പഞ്ചായത്തിൽ ഫണ്ടുകളൊക്കെ വളരെ കുറവാണ്. അതെ, ഇപ്പം ഞാനൊരു BJPയുടെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഈ മെമ്പർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിലോട്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ആവശ്യമുള്ള വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുകയും ചെയ്യും. അപ്പം എൻ്റെ പിതാവായിരുന്നു മെമ്പർ. അപ്പോൾ അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഫണ്ടൊന്നും ഇല്ലെങ്കിലും പുറത്തുനിന്ന് ഒരുപാട് ഗ്രാൻറ്റുകളും മറ്റ് കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെ അല്ലാത്ത ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 75 ലക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച നമുക്ക് ഇനി അനുഭവത്തിൽ നിന്ന് അവിടുത്തെ ഈന്തങ്കരിയിലെ ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പിന്നെ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മ ഡോക്ടർ, അനുപമ ഡോക്ടർ, ജോലിയിൽ സെറ്റിലായി, അച്ഛൻ പൊതുപ്രവർത്തകൻ, വീണ്ടും അച്ഛൻ്റെ രംഗത്തേക്ക് കടന്നു വരുന്നു. ഇതിൽ തമ്മിലുള്ള ഒരു രസകരമായ ഒരു സംഭവം എന്തെങ്കിലും തോന്നുന്നുണ്ട്? ഇങ്ങനെ ആ ചെറുപ്പത്തിൽ അമ്മയുടെ വഴി കൂടെ വന്നു, വീണ്ടും തിരിച്ച് അച്ഛൻ്റെ വഴിയിലോട്ട് വരുന്നു, അങ്ങനെ ഒരു രസകരമായ എന്തെങ്കിലും? അതെ, എനിക്ക് രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരുടെ രണ്ടുപേരുടെയും ജീവിതം എനിക്ക് മാതൃകയുമാണ്. അപ്പോൾ പ്രൊഫഷണലി എനിക്ക് അമ്മയുടെ ഒരു പ്രൊഫഷൻ സ്വീകരിക്കാൻ പണ്ടൊട്ടേ ആഗ്രഹമുണ്ടായി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഒരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറായി
അതോടൊപ്പം പപ്പ പണ്ട് തൊട്ടേ ജനങ്ങളിലോട്ട് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനസേവനം കൂടി, അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, അത് ചോദിക്കുക. അപ്പോൾ വിജയ, ഒരു ചോദ്യം കൂടിയുണ്ട്, ഞാനതൊന്ന് ചോദിക്കട്ടെ. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഈ അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഈന്തുകരി വാർഡിൽ ഏകദേശം ഒരു 15% ഊട്ടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഊരുകൾ. 2 ഊരുകളാണ് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? പപ്പ എങ്ങനെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്? അതിൻ്റെ തുടർച്ച എങ്ങനെയാണ് അനുഭവം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മുടെ വോട്ടർമാരിൽ ഒരു 15% ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ 10 വീടുകൾ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 10 വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും, ആദിവാസികളുടെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സാമ്പ്രദായികമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാതെ തന്നെ, കാരണം അത് വളരെ ലിമിറ്റഡ് ആണ്, മിനിമം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറിച്ച് CSR ഫണ്ട് പോലെയുള്ള പുറത്തുനിന്നും പല ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദിവാസി ഊരുകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇനി വരുന്ന വർഷം. അപ്പോൾ വിജയ, ഇവിടെ ഫോറസ്റ്റ് ആണ്, അപ്പോൾ അതിർത്തി ആയതുകൊണ്ട് അട്ടയുടെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് ശരിയായിട്ട് വരിക. നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറി നോക്കാം. ഡോളമി മോനെ, നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാം, കാരണം ഞാൻ ഇവിടെ അട്ടയുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു തരാം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറി ഫോറസ്റ്റിന്റെ അതിർത്തിയിലായതുകൊണ്ട് നല്ല അട്ടകടിയൊക്കെ ഉണ്ടായിരുന്നു. കടിച്ചില്ലല്ലേ? പക്ഷെ വിജയ എന്റെ വയറ്റിലാണ് അട്ട കടിച്ചത്. അപ്പൊ സാനിറ്റൈസറൊക്കെ വെച്ച് അത് കഴുകി അപ്പൊ മുന്നോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അനുപമ ഡോക്ടറോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പം ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവൾ ഓരോരുത്തരോട് വോട്ടൊക്കെ ചോദിക്കുന്നത് കണ്ടു. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒക്കെ ഒരു അഭിപ്രായം ഈ സ്റ്റാർട്ടിങ് ദിവസത്തെ? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മൾ പ്രചരണം നല്ല ചൂടോടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരുടെ വീടുകളിലെല്ലാം പോയിട്ട് ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ നന്നായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം എനിക്ക് ധൈര്യമായിട്ട് ഓരോ വീടുകളും കയറി ചെല്ലാമെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. കാരണം അത്രയും നല്ല പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 5 വർഷവും ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, വോട്ട് ചോദിക്കാനായിട്ട് വരുമ്പോഴാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ അടുത്ത തവണ വരുമ്പോഴാണ് വീണ്ടും കാണുന്നത്. ഇനി ബിറ്റ്വീൻ ആ ഒരു വർഷം ഇവരെ കാണാൻ കിട്ടാറില്ല എന്നാണ്. പക്ഷേ ആ കാര്യം എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, സജീവമായി പ്രവർത്തിച്ചു. എല്ലാവർക്കും ഈ വികസനം മാത്രമല്ല, സേവനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെ പേഴ്സണലായിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവരോട് ആ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാതയിൽ തന്നെ സഞ്ചരിക്കാനാണ് ഞാനും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്, വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രതീക്ഷയുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട് എനിക്ക്. വിജയ, റോഡിന്റെ കാര്യം ചോദിക്കും. റോഡിന്റെ അനുപമ ഇപ്പോൾ ഈ വാർഡിൽ പുതിയൊരാളാണ്, പുതുമുഖമാണ്. ഇതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, എങ്കിലും പിതാവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വാർഡിലെ റോഡുകളുടെ നിലവിലെ സാഹചര്യം, അതിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഫീൽഡും ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്താണ് അനുപമയുടെ മനസ്സിലുള്ളതെന്ന് ഞങ്ങളോട് പറയാം. ഞങ്ങളോടല്ല, അതെ, ജനങ്ങളുടെ അടുത്ത്. അതെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് വികസനങ്ങൾ കൂടി നമ്മുടെ പ്ലാനിലുണ്ട്. അതായത് 2 പാലത്തിനായിട്ടും കലുങ്കിനായിട്ടും ഒക്കെയുള്ള പ്ലാനുകളും പദ്ധതികളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും. ബാക്കിയുള്ള സുസ്ഥിരമായിട്ടുള്ളൊരു വികസനം തന്നെയാണ് നമ്മുടെ പദ്ധതിയിലുള്ളത്. അപ്പോൾ ഡോക്ടറെ, നമ്മൾ മലയോര മേഖലയാണ്. ഇപ്പോൾ കാർഷിക വിളകൾ ഒരുപാട് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ ഉൾപ്പെടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വോട്ടർമാർക്ക്, ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അനുപമയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വന്യമൃഗങ്ങളെ നേരിടുന്നതിൽ? അതെ, അപ്പോൾ ഇതൊരു വനമേഖലയാണ്, വനാതിർത്തിയാണ്. ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗ്ഗം അങ്ങനെ തന്നെ കൃഷിയാണ്.
അപ്പോൾ ഈ കൃഷി നശിപ്പിക്കുന്ന ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെയധികം രൂക്ഷമായിട്ടുണ്ട്. അതിനെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അതിനായിട്ട് ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസുകളുടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില കാലാവസ്ഥയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത് ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടുവെങ്കിലും അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. ത്രിതല ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വന്യജീവി ശല്യം തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട നടപടികളൊക്കെ നമ്മുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പപ്പയുടെ സപ്പോർട്ട് അതുണ്ടാവും. എൻ്റെ കൂടെ തന്നെ പപ്പ ഉണ്ടാവും. ഉണ്ടാവും. അപ്പോൾ വിജയൻ എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഒരു കത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡൽഹിയിൽ ചെന്ന ഈ വിഷയങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനു വേണ്ടിയുള്ള സഹായം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. കേട്ടല്ലോ, ഒരു ലെറ്റർ കൊണ്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നേരിട്ട് കണ്ട് ഈ നമ്മുടെ ഇവിടുത്തെ വിഷയം ഡൽഹി വരെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അത് തന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എല്ലാ കാര്യം. അപ്പോൾ അടുത്തെന്തായിരുന്നു? അടുത്ത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർ കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ വാർഡിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ വിചാ? ഓക്കെ, ഞാൻ PG ചെയ്ത് പൊതുജനാരോഗ്യമാണ്. പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ്. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് റൂറൽ ഹെൽത്തിനെ കുറിച്ചിട്ട്. ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പല രീതിയിൽ. കാരണം പലപ്പോഴും അവർക്ക് കറക്റ്റായിട്ട് ആശുപത്രിയിൽ എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആഹാരത്തിൻ്റെ കുറവുകളുണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ മനുഷ്യർ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഊരുകളിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് പല പദ്ധതികളും ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് ഒരു എല്ലാ സൺഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് സൺഡേ ആയിട്ട് ഹെൽത്ത് ക്യാമ്പ് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലോ ഒരു പൊതുവായിട്ടുള്ളൊരിടത്തിൽ ഫ്രീ ആയിട്ടൊരു ഹെൽത്ത് ക്യാമ്പ് എല്ലാ ഞായറാഴ്ചകളിലും, അതായത് സ്ക്രീനിങ് ടെസ്റ്റുകൾ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിജയ വായി പൊളിച്ച് നിൽക്കാണ്ട് ലഹരിനെ കുറിച്ച് ചോദിക്കും. പറയണ്ട, ലഹരിനെ കുറിച്ച് ചോദിക്കും. ഡോക്ടറെ ഒരു ചോദ്യം കൂടെ. ഓക്കെ, ഡോക്ടർ ഇപ്പം ടൗണിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഗ്രാമീണാന്തരീക്ഷത്തോട് തിരിച്ചു വരികയാണ്, വീണ്ടും ഒരു പൊതുപ്രവർത്തനത്തിനൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പം യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. അത് നമ്മുടെ മേഖലയിലും ആ ലഹരിയുടെ പ്രശ്നങ്ങൾ ഉണ്ട്. ഒരുപാട് ലഹരിയുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മുടെ വാർഡിൽ നിന്നുള്ളൊരു ഉദാഹരണമായിട്ട്, നമ്മുടെ മാതൃകയായിട്ട് നമ്മുടെ വാർഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും അന്നങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നഗരങ്ങളിലാണ് കൂടുതലും ലഹരിയുടെ ഉപയോഗം കണ്ടുവരുന്നത്, എന്നാലും ഗ്രാമങ്ങളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഒന്നും വാർഡിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ്. കാരണം യുവാക്കൾ ഒരിക്കലും ലഹരിയിൽ നശിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബോധവൽക്കരണമാണ്. അപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നടത്തും. മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും അതനുസരിച്ച് നടപടികൾ എടുക്കും. നമുക്ക് ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റുമോ അത്രയും രീതിയിൽ തന്നെ ഇതിനെ തടയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഡോക്ടറെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കൃഷി മേഖലയെക്കുറിച്ച് പറഞ്ഞില്ല. കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ മെമ്പറുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും? കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ യുവതലമുറ കൂടുതലും വൈറ്റ് കോളർ ജോബാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃഷിഭൂമി ഉള്ളവനാണ് രാജാവ്. അതുകൊണ്ട് തന്നെ കൃഷിഭൂമി ഉള്ള ആളുകൾ പുറത്തേക്ക് പോവുകയും വിദേശത്തോട്ട് പോവുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ചെറിയ കുടിൽ വ്യവസായങ്ങൾ, കുടുംബശ്രീയുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് കുടിൽ വ്യവസായം, അതുപോലെ തന്നെ സ്വയം തൊഴിൽ, അങ്ങനെ ചെറിയ പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിജയ, നമ്മളെ ഡോക്ടർ
നിസ്സാരക്കാരിയല്ല, ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രചരണവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മളെ ഏകദേശം എത്ര വോട്ടർമാരുണ്ട് നമ്മുടെ വാർഡിൽ നിന്ന് അറിയോ? നമ്മുടെ ഈ 7ാം വാർഡിൽ 1330 വോട്ടർമാരാണുള്ളത്. വോട്ടർമാരുണ്ട്. ഇപ്പം പൊതു വോട്ടർമാരൊക്കെ ഇപ്പം പുതിയ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പം അവരുടെയൊക്കെ വോട്ട് തീർച്ചയായിട്ടും അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കണം. അവരുടെ വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന് 7ാം വാർഡ് ഇന്ത്യക്ക് കിട്ടിയത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അല്ലേ വിജയ? നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടും അവര് വാർഡിന്റെ പ്രായോഗികമായ എല്ലാ വിഷയങ്ങളും പട്ടണത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും പ്രായോഗികമായ എല്ലാ മേഖലയെക്കുറിച്ചും ഡോക്ടർക്ക് നല്ല ബോധ്യമുണ്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൊതുപ്രവർത്തനമാണ്, ഇതൊരു ജോലിയല്ല. ജനങ്ങളുടെ കൂടെ നിന്ന് അഴിമതിയില്ലാത്ത നല്ല ഒരു ഭരണം, അതിന് ഇവിടുത്തെ വാർഡിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി ഡോക്ടർക്കും സാധിക്കും എന്നാണ് ദാസനും വിജയനും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുപമ ഡോക്ടറോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പ ചെയ്തു വെച്ച അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ അനുപമ സ്ഥാനാർത്ഥി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ തുടർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ആദ്യത്തെ ഇപ്പോഴുള്ള നിലവിലുള്ള മെമ്പർ നമ്മുടെ ജോസേട്ടനാണ്. അപ്പോൾ ജോസേട്ടാ നമസ്കാരം. നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കാരമൊക്കെ തന്നതാണ്, എന്നാലും നമ്മൾ വരുന്ന വഴി ഇവിടുന്ന് വീണ്ടും കണ്ടതുകൊണ്ട് വീണ്ടും ഒരു നമസ്കാരം. എന്താണ് മോക്ക് കൊടുക്കാൻ ഉള്ള ഒരു ഉപദേശം? മോൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപദേശം ചെറുപ്പം മുതലേ കൊടുത്തിട്ടുണ്ട്. അതായത് സേവനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഉണ്ട് ഇവർക്ക് എല്ലാവരും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ 4-5 ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ധാരാളം സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ ജനങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. വളരെ സാധാരണക്കാരെ നമ്മൾ നേരിട്ട് കാണുന്ന അവസ്ഥയല്ല, പലർക്കും പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ലിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വൈസ്മാൻ ഇൻ്റർനാഷണൽ ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ ചേംബർ, അങ്ങനെയുള്ള അനേകം സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമാണ്. അതിപ്പോൾ എൻ്റെ മക്കൾക്കും ആ കാര്യത്തിലൊക്കെ നല്ല ഐഡിയ ഉണ്ട്. പിന്നെ എൻ്റെ മകൾക്ക് നന്നായിട്ട് രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രബോധവും ഒരു പൗരബോധവും ഒക്കെ മക്കൾക്ക് ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു തുച്ഛമായൊരു നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ പോലും അത് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ധൈര്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ മകൾ കടന്നു വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ വാർഡിന് വേണ്ടി എനിക്ക് കഴിയുന്ന പോലെ എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ മുഴുവൻ ഞാൻ ഇതിനെ ഉപയോഗിച്ചെന്ന് ഞാൻ പറയാം. ആ കാര്യത്തിൽ ഞാൻ ശരിക്കും അത്ര തൃപ്തനല്ല. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിനുള്ളൊരു സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് മെമ്പറായി വന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് സമയം പിടിച്ചു. പിന്നെ നമ്മൾ സാമ്പ്രദായികമായിട്ട് നമുക്ക് വരുന്ന ഈ നമ്മുടെ ഗ്രാൻറ്റുകൾ, സർക്കാരിൻ്റെ ത്രിതല പഞ്ചായത്തുകളുടെ ഗ്രാൻറ്റ്, സർക്കാരിൻ്റെ ഗ്രാൻറ്റ്, ഈ ഗ്രാൻറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഇത്തരം ഗ്രാൻറ്റുകളല്ലാതെ ഈ ഗ്രാൻറ്റുകളെല്ലാം പരിമിതമാണ്. നമുക്കിപ്പം നമ്മളെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള ആ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ളൂ. ആ പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് വാർഡിൻ്റെ വികസനങ്ങൾ പൂർത്തിയാക്കാമെന്ന് പറയുന്നത് സാധ്യമേ അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു റിസോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് നോക്കണം. അതിന് നമ്മൾ മറ്റ് ഈ വലിയ വലിയ കമ്പനികളുടെ ജീവകാരുണ്യ ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തണം. അതൊക്കെ കുറച്ച് പേപ്പർ വർക്കുകൾ അനേകം ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് വികസനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കൺവെൻഷനലായിട്ടുള്ള ഒരു രീതിയിലൂടെ മാത്രം നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റില്ല. വികസനം ഏതൊക്കെ തലത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെ പോവുക. അതായിരിക്കണം ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ സാമൂഹിക പൊതുപ്രവർത്തകൻ്റെ ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് പവർ. ആ കപ്പാസിറ്റി നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്ത് നാടിനൊരു മാറ്റം വരുത്തുക ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഇനിയുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് മകളോട് ഉപദേശിക്കാനുള്ള ഇതാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു അല്പം കൂടെ ഓരോ വീട്ടിലും ഒരു മാസം ഒരു 5,000 രൂപയെങ്കിലും അധിക വരുമാനം കിട്ടുന്ന രീതിയിലുള്ള കാർഷിക മേഖല അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെയുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഈ അയ്യൻകുന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും കാർഷിക അധിഷ്ഠിതമായിട്ടൊരു ജീവിതശൈലിയാണ് പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് സഹായിക്കാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ വാക്കുകൾ കൊണ്ടാകട്ടെ, അതുപോലെ മകളുടെ പാത അതേപോലെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ വിജയം ഞങ്ങൾ എന്തായാലും
ഉറപ്പാണ്, ഉറപ്പാണ്. വിജയം ഉറപ്പാണ്. അപ്പോൾ വിജയം ഉറപ്പാണ് വിജയ. പിന്നെ ഈ ഒരു പരമ്പരയിൽ ഞങ്ങൾ ഇപ്പോൾ പറയാല്ലേ എടുത്തു പറയാം, ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് പുതിയ ഭരണസമിതി വന്നാലും വെള്ളാനകളുടെ നാട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഈ വാർഡിൽ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ നടത്തിയെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ ഞങ്ങൾ തുടരും. അപ്പോൾ എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരുകയാണ്. ഈ വരുന്ന ഇലക്ഷനിൽ വോട്ടർമാരുടെ നല്ല പ്രതികരണത്തോടെ നല്ലൊരു വോട്ടൊക്കെ കിട്ടി നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് വെള്ളാനകളുടെ നാട് പരമ്പര ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ദാസന്റെയും വിജയന്റെയും കൂടെ ഈ തിരക്കിനിടയിലും ഈ ഒരു സമയം പങ്കുവച്ചതിന് വളരെ 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 നന്ദി. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴികരികിൽ വാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വരി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികിൽ വാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. കൊടിക്കൂറ വേറെ വേറെ, വഴിത്താര വേറെ വേറെ, ഒരേ ലക്ഷ്യമാണെന്നാലും ജനഭരണം. നിരത്തുന്ന വാഗ്ദാനങ്ങൾ, നിലയ്ക്കാതെ ആക്രോശങ്ങൾ, നടപ്പാണ് വോട്ട്